ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ റവ വച്ചുള്ള ഒരു ലഡുവാണ്. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കുറച്ച് മുന്തിരി, കുറച്ച് കാഷ്യൂസ്, അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. പിന്നെ 2 കപ്പ് റവ, 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1 കപ്പ് തേങ്ങ. പിന്നെ ഫുഡ് കളറൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ ബീട്രൂട്ട്, ഒരു ചെറിയ ബീട്രൂട്ടും ഒരു വലിയ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു പാൻ ഗ്യാസിലേക്ക് വെക്കുക. അത് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കറുത്ത മുന്തിരിയും കാഷ്യൂസും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് കോരി മാറ്റി വയ്ക്കാം. അതൊന്ന് മൂത്ത് കോരി മാറ്റി വെച്ച ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന റവയില്ലേ, അത് ഇതിലേക്കൊന്ന് തട്ടി കൊടുക്കുക. അപ്പം ലോ ഫ്ലെയിമിലാക്കണേ തീ. എന്നിട്ട് നന്നായിട്ട് നമുക്കത് വറുത്ത് കൊടുക്കാം. റവ നന്നായി ഡ്രൈ ആക്കി എടുത്ത ശേഷം അതിൻ്റെ പകുതി നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒന്ന് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 1/2 തൊട്ട് 1/4 കപ്പ് പഞ്ചസാര വരെ ഉപയോഗിക്കാം. മധുരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് പഞ്ചസാര അളവ് കൂട്ടാം. ഒരുപാട് കൂടിപ്പോകണ്ട, കൂടിപ്പോയാൽ അത് ഒരുപാട് മെൽറ്റായിപ്പോവും. പഞ്ചസാര ഇടുന്ന സമയത്ത് തീ ഓഫ് ചെയ്യണം. എന്നിട്ട് വേണം ആ പാനിൻ്റെ ചൂടിൽ തന്നെയാണ് ഈ പഞ്ചസാര ഇതുപോലെ റവയായിട്ട് മിക്സ് ചെയ്ത് വരാനുള്ളത്. അതൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന കറുത്ത മുന്തിരി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റി വെച്ച റവയെ നമുക്ക് ക്യാരറ്റ് ജ്യൂസ് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. ഈ റവ വച്ചിട്ടുള്ള ലഡു നല്ല തരിതരിപ്പോടു കൂടി കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു ലഡു. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ചെറിയ ചൂടോടുകൂടി തന്നെ കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടി ഇതിനെ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇതിനെ നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. നമ്മുടെ റവ ലഡു തയ്യാറായി. പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.